കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിലെ കൊലപാതകത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ തിരുവില്ലാമല സ്വദേശി സനൂപിനെതിരെയാണ് 510 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ യുവതി നൽകിയ പീഡനക്കേസ് ഒത്തുതീർപ്പാക്കത്തിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. ഓക്കെ, എന്തൊക്കെയാണ് വിവരങ്ങൾ താങ്കൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാന ക്രൈം കോൺഫറൻസ് നടക്കുമ്പോൾ കേരള പോലീസിന് അഭിമാനകരമായ ഒരു കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കലാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. അതായത് കോഴിക്കോട് നഗരഹൃദയത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു. അതൊരു ലോഡ്ജിൽ മുറിയെടുത്തുകൊണ്ട് ഈ മലപ്പുറം സ്വദേശിനിയായ, അതായത് അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തു കൂടിയായിരുന്നു ഈ ഫസീലയെ തിരുവില്ലാമല സ്വദേശി സനൂഫ് കൊലപ്പെടുത്തുന്നു. ഈ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ലോഡ്ജിൽ നിന്ന് മുങ്ങുന്നു. ഒരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത വിധത്തിലാണ് മുങ്ങൽ. അത് കഴിഞ്ഞ് വേഷപ്രച്ഛന്നനായി ചെന്നൈയിൽ കഴിയുകയാണ്. ഈ ചെന്നൈയിൽ കഴിയുന്ന സമയത്താണ് കേരള പോലീസ് സൈബർ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുറ്റാന്വേഷണ സംവിധാനത്തിൻ്റെ ഒരു ഏറ്റവും മികവ് കൊണ്ട് തന്നെ കേരള പോലീസ്, കോഴിക്കോട് സിറ്റി പോലീസ് ചെന്നൈയിലെത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇയാളെ പിടികൂടുകയാണ് ഉണ്ടായത്. ഈ കേസിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ഈ കേസിൽ നൽകാവുന്നതാണ്. കാരണം മറ്റു പല കേസുകളിലും കേരള പോലീസിനെ മോശമായി ഉള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഈ കേസിൽ കേവലം 3 മാസം കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. 3 മാസം തികയുന്നില്ല. നവംബർ 25-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. എന്നാൽ ഫെബ്രുവരി 25 ആകുന്നതിന് മുൻപ് തന്നെ ഈ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു. കൊലപാതകം, പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതിൽ നടക്കാവ് പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.